എനിക്ക് മുന്നേ സംസാരിച്ച ഈ സമരത്തിന്റെ നായകൻ അല്ലെങ്കിൽ ഷാജി തെങ്ങുംപടി അവர்களுം ജൻവൈസിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഗഫൂർ കാടമ്പുഴയും ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ലക്ഷ്യങ്ങൾ എന്നുള്ള പദം ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളുടെ ജനാധിപത്യ രീതിയിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളെ നിർവചിക്കുമ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളുടെ ആ ഒരു വലിപ്പത്തെക്കുറിച്ച് ഇവിടുത്തെ മഹാത്മാ ഗാന്ധി അദ്ദേഹം ഉദ്ദേശിച്ച ആ രീതിയിലേക്കാണോ നമ്മളുടെ ത്രിതല പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അദ്ദേഹം വിഭാവനം ചെയ്ത രീതിയിലാണോ ഈ ത്രിതല പഞ്ചായത്തുകളുടെ വിഭജനം നടന്നിട്ടുള്ളത്? ആ ഭരണത്തിന്റെ രീതി ആ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളത്. നമ്മൾ ത്രിതല പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നതിന് ശേഷം രാജ്യസഭ, ലോകസഭ, നിയമസഭ, അത് കഴിഞ്ഞാൽ ജനകീയ തീരുമാനങ്ങളിൽ ജനകീയമായിട്ടുള്ള നിലവിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സഭ അത് ഗ്രാമസഭയാണ്. ആ ഗ്രാമസഭയ്ക്ക് എന്ത് വിലയാണ് ഇവിടുത്തെ ത്രിതല പഞ്ചായത്തുകൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ആളുകളും വ്യക്തിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വാർഡിൽ നടക്കുന്ന ഗ്രാമസഭ അത് നമ്മൾ അറിയുന്നുണ്ടോ? രാജ്യസഭ കഴിഞ്ഞാൽ, ലോകസഭ കഴിഞ്ഞാൽ, നിയമസഭ കഴിഞ്ഞാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ സഭയാണ് ഗ്രാമസഭ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗ്രാമസഭകളിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണോ ഇവിടുത്തെ മെമ്പർമാർ നടപ്പിലാക്കുന്നത്? നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണോ നമ്മുടെ വാർഡ് മുന്നോട്ട് പോകുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ ഗ്രാമസഭ, ഈ റോഡിന്റെ കാര്യത്തിൽ എത്രയോ ഗ്രാമസഭകൾ കൂടിയിട്ടുണ്ടാകാം, എത്രയോ ഗ്രാമസഭകളിൽ ഇതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം നെഗ്ലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് എതിരായി നിൽക്കുന്ന ജനപ്രതിനിധികളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IHRDയുടെ പ്രിൻസിപ്പളിനെയും ഈ പറയുന്ന പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പളിനെയെല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഇവിടുത്തെ കുട്ടികൾ ആയിരത്തിലധികം പഠിക്കുന്ന കുട്ടികൾ സ്ഥിരമായി വരികയും പോവുകയും ചെയ്യുന്ന ഈ വഴിയിൽ, ഇത്രയും കുണ്ടും കുഴി നിറഞ്ഞു കിടക്കുന്ന ഈ വഴിയിൽ ഞങ്ങളുടെ മക്കൾ വീണു പോകുമോ എന്ന ഭയത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതെന്ന് കണ്ണ് ഗദ്ഗതത്തോടു കൂടി പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പളിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് 3 തലങ്ങളിൽ നിവേദനം കൊടുത്തു. ആ നിവേദനങ്ങൾക്കൊന്നും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ റോഡിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് NCP എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എനിക്ക് മുന്നേ സംസാരിച്ച ഗഫൂർ കാടമ്പുഴ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ഷൻ എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരമേ അല്ല. ജനാധിപത്യ രീതിയിൽ ആർക്കും എവിടെയും മത്സരിക്കാം. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്കായി തരുന്ന ഒരേ ഉറപ്പ്, ഈ പഞ്ചായത്തിൽ ഏതായാലും ഞങ്ങൾ മത്സരിക്കാനോ ഇവിടെ ഒരു മത്സരത്തിനുള്ള സാധ്യത നിലനിർത്താനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങളുടെ ആഗ്രഹം സാധാരണക്കാരായി ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഈ സമരം തുടങ്ങി ഏകദേശം 10 മണിക്കൂർ ആകാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ ഈ പരിപാടിയുടെ ഭാഗമായി, ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ നഗരമധ്യങ്ങളിലെല്ലാം സ്ഥാപിച്ചിരുന്ന ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറപ്പെട്ടു. വലിച്ചു കീറി നശിപ്പിച്ചവരെ ഞങ്ങൾ കണ്ടെത്തി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരെയൊക്കെയോ വിരളിമുണ്ട് ഈ സമരത്തിനെതിരെ പ്രവർത്തിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഓരോ ആളുകളും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇത്തരത്തിലുള്ള ഈ റോഡുകൾ മാത്രമല്ല, ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഓരോ അധികാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത വിധം പൊളിഞ്ഞു കിടക്കുന്ന ഏത് റോഡുകളുണ്ടെങ്കിലും അത്തരത്തിലുള്ള എല്ലാ റോഡുകളുടെയും ഉത്തരവാദിത്തം ഇടുക്കി ജില്ലയിലുള്ളത് ഏറ്റെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലാ NCP കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഈ സമരം സാങ്കേതികമായി ഇനി വരുന്ന ഒരു 38 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ അവസാനിക്കാം. പക്ഷേ ഈ സമരം അവസാനിക്കുന്നത് 100% ഉറപ്പായി എനിക്ക് നിങ്ങളോട് പറയാനാവും. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ റോഡ് ടാർ ചെയ്ത് ഈ മനോഹരമാക്കപ്പെട്ട റോഡിലൂടെ ഇതിന്റെ സമരഭടന്മാരായ ഞങ്ങൾ നടന്നുപോയിരിക്കുന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഈ റോഡ് 100% നന്നാക്കി അതിനുള്ള പരിസമാപ്തി കുറിച്ചിട്ടേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതിന് ഏത് രീതിയിലുള്ള സമരമാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതെല്ലാം ഞങ്ങളുടെ ചിന്തയിലുണ്ട്. കൃത്യമായി അത് നടപ്പിലാക്കുകയും അധികാരികൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അവകാശങ്ങൾ നടപ്പിലാക്കി തരാതെ മാറി നിൽക്കുന്ന ഒരു നിലപാടുകളും NCP എന്ന പ്രസ്ഥാനം അംഗീകരിക്കുകയുമില്ല, അതിന് കൂട്ടുനിൽക്കുകയുമില്ല. ഞങ്ങൾ ഈ റോഡ് ടാർ ചെയ്തതിനു ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. സാങ്കേതികമായി 48 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുത്തെ ഈ സമരം തീരുന്നുണ്ടാവാം. പക്ഷേ അതൊരു പുതിയ സമരമുഖത്തിലേക്കുള്ള ഞങ്ങളുടെ തുറന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്.